ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പത്രമാറ്റില് ഇപ്പോൾ അനിയുടെ അനാമികയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ഒരുക്കങ്ങൾക്കിടയിൽ, ആ ഒരു ആഘോഷത്തിനിടയിലാണ് പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ, ചില ദുരന്തങ്ങൾ അനന്തപുരി തറവാടിനെ തേടിയെത്തിയത്. അനാമികയെ കുറച്ചുപേര് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാർത്ത എല്ലാവരും തിരിച്ചറിയുകയാണ്. എന്നാൽ ആ തട്ടിക്കൊണ്ടുപോയത് അവിടെ നന്ദു ആണ് എന്നാണ് അവിടെയുള്ള സംസാരം. അങ്ങനെ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടിലാണ് നന്ദു. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക, ഈ ഒരാഴ്ച എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ മറിമറിയാൻ പോവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ അവിടെ അനാമികയെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷേ അനാമികയെ തട്ടിക്കൊണ്ടുപോയത് തൻ്റെ അച്ഛൻ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആൾക്കാരാണെന്നുള്ള സത്യം ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ അവിടെ ഒന്നാതെ ജാനകിക്ക് അറിയാം, ഇപ്പോൾ അനാമിക അവിടെ നന്ദുവും അനിയും ഇഷ്ടത്തിലാണ് എന്ന് അനാമിക കുറേ കാര്യങ്ങൾ ജാനകിയോട് പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ ജാനകിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അവിടെ ഇപ്പോൾ അനാമികയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യം കൂടി ജാനകി തിരിച്ചറിയുമ്പോൾ ജാനകി അവിടെ എല്ലാവരോടും പറയുന്നത്, അവിടെ ജാനകിയുടെ ഭർത്താവിനോട് പറഞ്ഞത്, അവിടെ കാര്യങ്ങളെല്ലാം അവരോട് വിശദീകരിച്ചു. അവർ ഭർത്താവിനോട് എല്ലാ കാര്യങ്ങളും പറയുകയും അനിയുടെ അച്ഛനോട് എല്ലാ കാര്യങ്ങളും പറയുകയും അതിൻ്റെ കൂടെ തന്നെ അവിടെ അനാമികയെ തട്ടിക്കൊണ്ടുപോയത് നന്ദു ആണെന്നും നന്ദുവിൻ്റെ കൂട്ടുകാരോട് നന്ദു നിർദ്ദേശിച്ച പ്രകാരമാണ് അനാമികയെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള ഒരു കാര്യം ജാനകി പറയുമ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യണം എന്നൊക്കെ വിശദീകരിക്കുന്ന സമയത്താണ് നന്ദുവും അനിയും പ്രണയത്തിലാണെന്നുള്ള സത്യങ്ങൾ അനന്തപുരിയിലുള്ള എല്ലാവരെയും അറിയിക്കുന്നത്. അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ കുറച്ചുകൂടി ഇങ്ങനെ മൂർച്ഛിച്ച് വരുവാണ്. അതിൻ്റെ കൂടെ തന്നെ നന്ദുവിൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് ഫ്രണ്ട്സ് ആണ് അനാമികയെ തട്ടിക്കൊണ്ടു പോയതെന്നും നന്ദുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെന്നുള്ള കാര്യങ്ങളൊക്കെ നന്ദു തിരിച്ചറിഞ്ഞപ്പോൾ ഇനി ഇങ്ങനെ നിന്നാൽ പറ്റത്തില്ല, തൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നുണ്ടെങ്കിൽ താൻ തന്നെ ഇറങ്ങി പുറപ്പെടണം എന്ന് നന്ദു തന്നെ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ അനാമികയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നന്ദു തന്നെ തീരുമാനിക്കുവാണ്. നന്ദുവും അവിടെ നയനയും കൂടി ചേർന്നിട്ടാണ് അവിടെ അനാമികയെ തേടി പോകുന്നത്. ഒടുവിൽ അനാമികയെ ആ ഒരു തട്ടിക്കൊണ്ടുപോയ ആ ഒരു താവളത്തിൽ നന്ദുവും അനാമികയും കൂടി നമ്മുടെ നന്ദുവും നയനയും കൂടി ചെന്നെത്തുവാണ്. വരുന്ന സമയത്ത് തന്നെ അവിടെ അനാമികയെ കെട്ടിയിട്ടുണ്ടായിരുന്നു. നന്ദു അവിടെ ഗുണ്ടകളെയൊക്കെ അടിച്ച് തള്ളിയിട്ടതിന് ശേഷം നല്ല മാസമായിട്ട് നല്ല ഫൈറ്റൊക്കെ ചെയ്തതിന് ശേഷം അനാമികയെ രക്ഷിച്ച് കെട്ടൊക്കെ അഴിച്ചു വിട്ടു. അങ്ങനെ അനാമികയെ രക്ഷിച്ച് നയന മാറുമ്പോൾ അവിടെ ഗുണ്ടകളെല്ലാം, ഇപ്പോൾ നമ്മൾ ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അവരെ തട്ടിക്കൊണ്ടുപോയി എല്ലാവരും അവിടെ ഒത്തുകൂടുമല്ലോ. അങ്ങനെ ഗുണ്ടകളെല്ലാവരും അവിടെ ഒത്തുകൂടി. അപ്പോൾ നമ്മുടെ നന്ദുവിൻ്റെ മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ നന്ദു അവരെല്ലാവരും ഇടിച്ച് സൂപ്പാക്കി ഇടിച്ച് പൊളിച്ചതിന് ശേഷം അവിടെ അനാമികയും കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോവാണ്. എന്നാൽ രക്ഷപ്പെടുന്നതിന് മുന്നേ തന്നെ നന്ദുവിന് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു അവിടെ ഉണ്ടായത്. അനാമികയെ രക്ഷിക്കുന്നതിനിടയിൽ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും അവിടെ ഉണ്ടാവുകയാണ്. അതോടുകൂടി നന്ദുവിൻ്റെ ജീവിതം തന്നെ മാറിമറിയാൻ വേണ്ടിയിട്ട് പോവാണ്. വലിയൊരു അപകടം സംഭവിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നന്ദുവിനോടുള്ള ഒരു തെറ്റിദ്ധാരണ മാറാം. ഇല്ല എന്നുണ്ടെങ്കിൽ അനാമികയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ തന്നെ കണ്ടുപിടിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.